ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. ഇന്നിപ്പോൾ ഇതാ രാവിലെ തന്നെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. കുറേ ദിവസമായി നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് കേട്ടോ. നമ്മൾ മിക്സീൻ്റെ ജാറിന് കംപ്ലൈൻ്റ് ആയതിനു ശേഷം കുറേ ദിവസമായി ഇഡ്ഡലി ഉണ്ടാക്കലില്ല. അന്നേരം ഞാൻ വിചാരിച്ചു കുറേ നാൾ കൂടി ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ച് ചിലവുണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ ചിലവുണ്ടാവില്ല. അങ്ങനെ കുറേ നാളുകൾ കൂടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ നല്ലത്. അല്ലെങ്കിൽ അടുപ്പിച്ച് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി നോക്കുക, അത് ഇവിടെ ആർക്കും ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. രാവിലെ കഴിച്ചാലും വൈകുന്നേരം കഴിച്ചാലും ഒക്കെ ബാക്കിയിരിക്കേ. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ അരച്ച് വെച്ചിട്ടുണ്ട്. കാരണം വൈകുന്നേരം വേറെ കടിയൊന്നും ഉണ്ടാക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഇതവിടെ ഉണ്ടാക്കി വെച്ചാൽ വൈകുന്നേരവും മക്കൾക്ക് കഴിക്കാം. എനിക്ക് ഇങ്ങനെ രാവിലെ എടുത്തിട്ട് ബാക്കി വെക്കുമ്പോൾ ഭയങ്കരമായിട്ട് പുളിച്ച് പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒന്നിച്ചുണ്ടാക്കിയിട്ട് കാസറോളിൽ അവിടെ മൂടി വയ്ക്കും കേട്ടോ. അന്നേരം വൈകുന്നേരം മക്കൾ വന്നിട്ട് അതന്നെ കഴിച്ചോളും. അവർക്ക് കടിയായാൽ മതി എന്നുള്ളൂ കേട്ടോ. വൈകുന്നേരം എന്ത് കടിയാണെങ്കിലും കുഴപ്പമില്ല, എന്തെങ്കിലും കടിയായാൽ മതി എന്നേ ഉള്ളൂ. അന്നേരം ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ എണ്ണയൊക്കെ തൂവി ഇഡ്ഡലി തട്ടിൽ എണ്ണയൊക്കെ തേച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു 3 തട്ടാണ് എൻ്റെ ഇഡ്ഡലി പാത്രത്തിലുള്ള. രണ്ട് ഇഡ്ഡലി പാത്രം ഉണ്ട് കേട്ടോ. ഒന്നിൽ 2 തട്ടാണുള്ളത്. അത് കുറച്ചുകൂടെ വ്യത്യാസമുള്ള പാത്രമാണ് കേട്ടോ. അന്നേരം അത് ഞാൻ അങ്ങനെ എടുക്കലില്ല. അതെനിക്ക് മുകളിൽ അടിയിലെ പാത്രത്തിലേക്ക് മുട്ടുക. അന്നേരം എനിക്ക് ഭയങ്കര പാടാണ്. ഞാൻ SPCൻ്റെ പിള്ളേർക്ക് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് അത് എടുക്കലുണ്ടായിരുന്നു. അന്നേരം 3 പാത്രത്തിൽ 4 പാത്രത്തിലൊന്നും വെച്ചാൽ തികയില്ല. അന്നേരം നമുക്ക് ഒരു ദിവസത്തേക്ക് ഇഡ്ഡലിയൊക്കെ എന്നാകുമ്പോൾ ഒരു നേരത്തേക്ക് നമുക്ക് 250-300 ഇഡ്ഡലിയൊക്കെ രാവിലെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ 120 കുട്ടികൾ 100 കുട്ടികളടുത്തുണ്ടാവും. 100 കുട്ടികളുണ്ടാകുമ്പോൾ ഒരു കുട്ടിക്ക് 3 ഇഡ്ഡലിയൊക്കെ വെച്ചിട്ട് വേണ്ടി വരും. അന്നേരം നല്ലൊരു റിസ്ക് പരിപാടിയായിരുന്നു. എന്നാലും കുറച്ച് നാൾ ഞാനതങ്ങനെ ചെയ്തു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഫുഡിൻ്റെ പരിപാടി ഇല്ല SPCയിൽ, അതുകൊണ്ട് പിന്നെ അതങ്ങ് നിർത്തിപ്പോയി കേട്ടോ. ഒരു വരുമാനമായിരുന്നു, അതങ്ങനെ നല്ല രീതിയിൽ പോകുമായിരുന്നെങ്കിൽ. പിന്നെ സർക്കാരിൽ നിന്ന് അവർക്കങ്ങനെ വലിയ ഫണ്ടും കാര്യങ്ങളൊന്നും വരുന്നില്ലാത്തത് കൊണ്ടാണ് അതങ്ങനെ നിന്ന് പോയത് കേട്ടോ. ഇപ്പം അങ്ങനെ കഴിഞ്ഞ ദിവസം സാർ മീറ്റിംഗ് വിളിച്ചപ്പോൾ ഒക്കെ പറഞ്ഞിരുന്നു, ഇപ്പോൾ ഇല്ല ഫുഡിൻ്റെ ഫണ്ടൊന്നും ഇപ്പോൾ വരുന്നില്ല സർക്കാരിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും അത് കിട്ടുമായിരുന്നു. കിട്ടിയാൽ തന്നെ കുറച്ച് കഷ്ടപ്പെട്ടാലും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അങ്ങ് പോകുമായിരുന്നു കേട്ടോ. നമുക്കൊരു വരുമാനം എന്നുള്ള രീതിയിൽ കയ്യിൽ എന്തെങ്കിലും കിട്ടുമായിരുന്നു. അതും അങ്ങോട്ട് പോയി. അന്നേരം ഇഡ്ഡലി ഞാനായിട്ട് ചോറ് അരച്ചത് ലേശം കൂടിപ്പോയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചൊരു ഒട്ടൽ പോലെ തോന്നി. എന്നാലും കുഴപ്പമുണ്ടായിട്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ഒട്ടൽ പോലെ എനിക്ക് തോന്നി കേട്ടോ. ചോറിൻ്റെ പ്രശ്നമാണോ ഇനി അരീൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. അന്നേരം ഞാൻ ഇത് രാവിലത്തെ വീഡിയോ കണ്ടത്. രാവിലെ ഇഡ്ഡലി സാമ്പാറും ആയിരുന്നു. പിന്നെ ഞാൻ എടുത്തത് പകലത്തെ വീഡിയോസൊന്നും അങ്ങനെ എടുത്തില്ല കേട്ടോ. വൈകുന്നേരത്തെ വീഡിയോസാണ് കേട്ടോ പിന്നെ എടുത്തത്. സാമ്പാറുള്ളതുകൊണ്ട് ഉച്ചക്കൊക്കെ ഞങ്ങൾ അത് ഊട്ടി അങ്ങോട്ട് കഴിച്ചു. ഉപ്പേരി വെച്ചായിരുന്നു അതിൻ്റെ ഇടയിൽ, പപ്പടവും വറുത്തു. അന്നേരം വൈകുന്നേരം ഞാനിത് ഉള്ളിത്തീയലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചെറിയ ഉള്ളി വെച്ചിട്ട് ഉള്ളിത്തീയലാണ് ഉണ്ടാക്കുന്നത്. ഉള്ളിത്തീയൽ ഇതിന് മുന്നേ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണോ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. ഇതിനകത്ത് എന്തെങ്കിലും കൂട്ടലും കുറയ്ക്കലൊക്കെ ഉണ്ടോ എന്നുള്ളത് പറയണം കേട്ടോ. ഇതെൻ്റെ അമ്മമ്മ വെക്കുന്ന രീതിയിലാണ് ഞാൻ വെച്ചത്. പഴമയുടെ രുചിയാണ് കേട്ടോ അത്. എൻ്റെ അമ്മമ്മ പണ്ട് ഇങ്ങനെയാണ് കേട്ടോ ഉള്ളിത്തീയൽ വെക്കുക. അത് കണ്ടുപഠിച്ചതാണ് കേട്ടോ. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും നോക്കി അങ്ങനെ പഠിച്ചതല്ല. ഞാൻ അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് അങ്ങനെ കഴിച്ച രുചി അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കുക. അല്ലാണ്ട് ഫുഡ് ഉണ്ടാക്കണം എന്ന് വെച്ച് പഠിച്ച് ഫുഡ് ഉണ്ടാക്കിയ ഒരാളെ അല്ല ഞാൻ. എന്നാൽ ഇപ്പോൾ എല്ലാവിധ ഫുഡുകളും ഉണ്ടാക്കാത്ത ഒരു സംഭവം എന്ന് പറയുമ്പോൾ ബിരിയാണി മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല കേട്ടോ. ബാക്കി എല്ലാ ഫുഡുകളും ഒരുവിധം എല്ലാ ഫുഡുകളും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. സദ്യയിൽ ഏത് ഫുഡ് വേണമെന്ന് പറഞ്ഞാലും ഞാൻ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ അതിനെ തട്ടിക്കൂട്ടു കേട്ടോ. അതൊക്കെ ഞാൻ സ്വന്തമായി പഠിച്ചെടുത്തതാണ്, അല്ലാണ്ട് ആരും പഠിപ്പിച്ചു തന്നതൊന്നുമല്ല കേട്ടോ. അന്നേരം ഉള്ളിത്തീയൽ എന്ന് പറഞ്ഞത് ചെറിയ ഉള്ളിയാണ് നമ്മൾ എടുക്കുക. ഉള്ളിത്തീയലിന് അന്നേരം ചെറിയ ഉള്ളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കുക. അതിൻ്റെ അകത്തേക്ക് ഒരു 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ഒരു 2 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞിടുക കേട്ടോ. ഇതെല്ലാം കൂടെ അരിഞ്ഞിട്ടൊരു കരിവേപ്പിലുണ്ടെങ്കിൽ കരിവേപ്പിലയും കൂടെ ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. എൻ്റെ അടുത്ത് കരിവേപ്പില കുറവായതുകൊണ്ട് ഞാൻ വിചാരിച്ചു വറവിടുന്ന സമയത്ത് ഇടാൻ വിചാരിച്ചിട്ട് ഇട്ടിട്ടില്ല കേട്ടോ. പക്ഷേ നമ്മളെ കരിവേപ്പില ഇപ്പോൾ ഒന്ന് ഉഷാറായി വരുന്നേ ഉള്ളൂ. മഴ നല്ലതായിട്ട് പെയ്തുകൊണ്ട് കരിവേപ്പില ഇലയൊക്കെ അങ്ങോട്ട് ചീഞ്ഞു പോയി കേട്ടോ. അതിനകത്തേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. തണുപ്പ് കാരണം തന്നെ വെളിച്ചെണ്ണ അപ്പാട് കട്ട പിടിച്ചു കേട്ടോ. കുപ്പി അടുപ്പിൻ്റെ അവിടെ വെച്ച് കുപ്പി ഒരു പരുവത്തിലായിട്ടുണ്ട്, ഉരുകി. ലേശം മഞ്ഞപ്പൊടി ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ഉള്ളീനെ അങ്ങോട്ട് വാട്ടിയെടുക്കണം കേട്ടോ. നന്നായിട്ട് വാട്ടിയെടുക്കണം. ലേശം എണ്ണ ചിലവുള്ള കാര്യമാണ് കേട്ടോ. ലേശം എന്ന് പറഞ്ഞാൽ അധികം ഓവറൊന്നും വേണ്ട. അന്നേരം ഉള്ളി നന്നായിട്ട് നന്നായിട്ട് വഴലണം കേട്ടോ. നന്നായി വഴണ്ടി വന്നു കഴിയുമ്പോൾ ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. ഉള്ളീൻ്റെ അളവിനനുസരിച്ചാണ് കേട്ടോ. ഞാനൊരു 1/4 കിലോ ഉള്ളിയാണ് എടുത്തേക്കുന്നത്. അന്നേരം അതിനനുസരിച്ചാണ് മുളക് പൊടി മല്ലിപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. മുളക് പൊടി എല്ലാവരും എരിവിനനുസരിച്ച് ഇടാം കേട്ടോ. അന്നേരം കുരുമുളക് എന്തെങ്കിലും ചേർക്കണം എന്നുള്ളവർക്കാണെങ്കിൽ മുളക് പൊടി ലേശം കുറയ്ക്കുക. നമ്മൾ തേങ്ങ വറക്കുമ്പോൾ അതിൻ്റെ അകത്ത് 2 മണി കുരുമുളക് കൂടെ ഇട്ട് വറുത്താൽ മതി കേട്ടോ. പക്ഷേ എനിക്ക് എരിവ് പക്കയായിരുന്നു. അത് പക്കാന്ന് പറഞ്ഞാൽ കറക്റ്റായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ കുരുമുളക് ആഡ് ചെയ്തിട്ടില്ല. കുരുമുളകും കൂടെ ചേർത്താൽ ടേസ്റ്റ് നല്ലതാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതിന് പൊടി നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യേണ്ടത്, ലേശം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പുളിവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ പുളിവെള്ളത്തിലിട്ട് വെച്ചിട്ട് വാളംപുളിയാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം അതിൽ മുന്നേ നമ്മൾ ചേമ്പിൻ്റെ താള് തീയൽ വെച്ചിട്ടില്ലേ, അത് തന്നെയാണ് കേട്ടോ. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ചേമ്പും താള് തീയൽ വെക്കുമ്പോൾ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല.
അത് കഴിഞ്ഞ് അതിൻ്റെ അകത്തേക്ക് പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളെ ഉള്ളി ആ പുളിവെള്ളത്തിൽ കടന്നിട്ട് നന്നായിട്ട് വേഗണം കേട്ടോ. നമ്മൾ ഉള്ളിയിലേക്ക് ആ പുളിവെള്ളം നന്നായിട്ട് പിടിക്കണം. നമ്മൾ ഉള്ളി നന്നായിട്ട് പുളിരസം വരണം കേട്ടോ. ഉള്ളീൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറിയിട്ട് ആ പുളീൻ്റെ ടേസ്റ്റ് ആവും കേട്ടോ. അതിൻ്റെ പുളി നന്നായിട്ട് അരിച്ചെടുക്കുക. ഞാൻ കയ്യിൽ തന്നെ വെച്ച് അങ്ങോട്ട് അരിച്ചൊഴിക്കുന്നത്. കുഞ്ഞാപ്പു എൻ്റെ മടിയിലിരിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ എന്താണോ ഫോൺ എടുത്ത് ചെയ്യണേ നോക്കി നടക്കുകയാണ് എൻ്റെ കുട്ടി. അത്രയും നേരം എവിടെ കളിച്ചാണെങ്കിലും അപ്പം വരും കേട്ടോ എൻ്റെ മടിയിലേക്ക്. പ്രാവശ്യം കൊണ്ടുവന്ന പുളിയില്ലേ ഫുൾ ഭയങ്കര പുളീൻ്റെ ഇത് കുറവ് കേട്ടോ. ഫുൾ വേസ്റ്റാണ് കേട്ടോ അതിൻ്റെ അകത്തുള്ളത്. എല്ലാ പ്രാവശ്യം നല്ല ടൈപ്പ് പുളിയായിരുന്നു കൊണ്ടല്ല. ഇപ്രാവശ്യം എന്താ പറ്റിയെന്ന് അറിയില്ല, മാറിയേ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ പുളി ഇല്ല കേട്ടോ. അത് 2 പ്രാവശ്യം എടുത്തപ്പോഴത്തേക്കും പുളി തീർന്നു. എന്താ വെച്ചാൽ അത്രയേ ഉള്ളൂ അത്. അത് പിന്നെ ഇതിനകത്ത് നമ്മളവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതവിടെ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. സിമ്മിലിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ സിമ്മിലിട്ട് വെച്ച് കൊടുക്കുക. അതവിടെ ഇരുന്ന് നന്നായിട്ട് സെറ്റായിക്കോളൂ. അന്നേരം നമ്മളിതാ തേങ്ങ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പുറത്തെ അടുപ്പിൽ ചെറിയ അടുപ്പിലാണ് തേങ്ങ വറുക്കുന്നത്. അന്നേരം കുറേ വരുന്നുണ്ട്. ഇതിനകത്ത് 2 മണി കുരുമുളക് വേണ്ടവർക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ കരിവേപ്പിലയും കുരുമുളകും വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളകും ഇതിൻ്റെ അകത്തിട്ട് വറക്കാട്ടോ. മുളക് പൊടിക്ക് പകരം അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ അരകല്ലിൽ വെച്ചിട്ടെല്ലാം അരക്കണേന്ന് മാത്രം കേട്ടോ. വേറെ ഒരു വ്യത്യാസമില്ല. പണ്ടത്തെ ആൾക്കാർ ഉണ്ടാക്കണേൽ വേറെ വ്യത്യാസമായിട്ടൊന്നുമില്ല. അരകല്ലില്ലാത്തതുകൊണ്ടാണ് ഞാൻ അരകല്ലിൽ അരക്കാത്തത്. അല്ലെങ്കിൽ അരകല്ലിൽ അരക്കണ വീഡിയോസ് തന്നെ ഇടായിരുന്നു കേട്ടോ. പക്ഷെ അരകല്ലില്ല നമുക്ക്. തേങ്ങ ഞാൻ വെള്ളം കൂട്ടാണ്ടാണ് കേട്ടോ അരയ്ക്കുക. തേങ്ങ വറുത്തെടുക്കുന്ന തേങ്ങ നമ്മളെപ്പോഴും വെള്ളം കൂട്ടാണ്ട് അരയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വറുത്തിട്ട് ആ അരച്ചരപ്പും കൂടെ നമ്മളെ വറ്റി വന്നിട്ടുണ്ട്. നമ്മളെ പുളിവെള്ളം ഒഴിച്ചിട്ട് ഉള്ളിയൊക്കെ നന്നായി വെന്ത് നന്നായി വറ്റി വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ അരപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം നമുക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതിനനുസരിച്ചിട്ട്. ഇത് ഒരുപാട് ലൂസാക്കരുത്. ഒരുപാട് ലൂസാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും കേട്ടോ. ഒരുവിധം ഒരു തിക്ക് ഗ്രേവിയിൽ വെക്കുക. നമ്മൾ ചട്ടിയിൽ തന്നെ വെച്ചതുകൊണ്ട് തന്നെ നാളത്തേക്ക് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ പുളിയും എരിവൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു കഷ്ണം വെള്ളം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ ഇവിടെ അങ്ങനെ മധുരത്തോടു കൂടി ഇങ്ങനെ ഈ കറീനെ വലിയ ഇഷ്ടമില്ല. ഇങ്ങനെ പുളിയോട് കൂടി ഇഷ്ടം. മക്കൾക്കാണെങ്കിൽ മധുരം കൂടി ഇട്ടാണ് ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ മൂപ്പർക്ക് അങ്ങനെ ഇഷ്ടമില്ല. പക്ഷെ നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടുമ്പോൾ എപ്പോഴും എനിക്ക് നമുക്ക് എപ്പോഴും ഈ ഒരു ടേസ്റ്റാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അങ്ങനെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം വെല്ലം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ചീഞ്ചട്ടി നോക്കണ്ട കേട്ടോ. തേങ്ങ വറുത്തിട്ട് ചീഞ്ചട്ടീൻ്റെ ഉള്ളിൽ നന്നായിട്ട് കറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ പാത്രത്തിലാക്കണ്ട വെച്ചിട്ട് അതിൽ തന്നെ അങ്ങോട്ട് വറവിട്ടാണ് കേട്ടോ. അന്നേരം ഞാൻ അതിൻ്റെ അകത്തേക്ക് വേറെ വറ്റൽമുളകൊന്നും ഉണ്ടായില്ല. അന്നേരം കടുക് പൊട്ടിച്ച് നമ്മളെ കരിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറവിട്ടിട്ട് അതിലേക്ക് ഇട്ടു. അതായത് നമ്മൾ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.